പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാൻ ഓൺലൈനായി അപേക്ഷിച്ചവരാണെങ്കിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എപ്പോൾ മുതലാണ് പേയ്മെൻറ്റ് അടച്ചു തുടങ്ങേണ്ടത്? മെമ്പർഷിപ്പ് ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഓൺലൈനായി എങ്ങനെയാണ് അംശാദായം അടയ്ക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ജില്ലാ ഓഫീസിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാൻ 7 മുതൽ 15 ദിവസം വരെ ടൈം എടുക്കാറുണ്ട്. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. എപ്പോഴാണ് പേയ്മെൻറ്റ് അടച്ചു തുടങ്ങേണ്ടതെന്ന് നോക്കാം. പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവലായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നതിൽ രജിസ്റ്റേർഡ് എന്നും അതിന് താഴെ ഒരു മെമ്പർഷിപ്പ് നമ്പറും ലഭിക്കുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു തുടങ്ങേണ്ടത്. അപേക്ഷിച്ച തീയതി മുതൽ അപ്രൂവൽ കിട്ടിയ തീയതി വരെയുള്ള മാസങ്ങളിലെ തുക കുടിശ്ശികയായി അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങൾ ജനുവരിയിലാണ് അപേക്ഷ കൊടുത്തത് എങ്കിൽ മാർച്ച് മാസത്തിലാണ് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയതെങ്കിൽ ജനുവരി മുതലായിരിക്കും അംശാദായം അടച്ചു തുടങ്ങേണ്ടത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനും മാസത്തിലെ അംശാദായം അടയ്ക്കാനും സാധിക്കുന്നതാണ്. അതിനായി മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കുറേ ഓപ്ഷൻ കാണാം. ഇതിൽ പ്രിൻറ്റ് ID കാർഡ് എന്നത് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് ID കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറോ അഡ്രസ്സോ ഡേറ്റ് ഓഫ് ബർത്തോ ചേഞ്ച് ചെയ്യണമെങ്കിലും ഇവിടെ നിന്നും സാധിക്കുന്നതാണ്. ഓരോ മാസത്തെയും അംശാദായം എങ്ങനെ ഓൺലൈൻ വഴി അടയ്ക്കാമെന്ന് നോക്കാം. അതിനായി പേ സബ്സ്ക്രിപ്ഷൻ ഓർ പെനാൽറ്റി എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ പേ ചെയ്യേണ്ട എമൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആണ് കാണിക്കുന്നത്. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ് ടു പെൻഷൻ എന്നത് നിങ്ങൾ പെൻഷൻ പ്രായമാകുന്നത് വരെ ഇതിലേക്ക് അടയ്ക്കേണ്ട ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് താഴെയായി നിങ്ങൾ ഇനി അടയ്ക്കാനുള്ള എമൗണ്ടും ഇതുവരെ അടച്ച എമൗണ്ടും പെൻഡിംഗ് ഉള്ള എമൗണ്ടും കാണാൻ സാധിക്കും. 1 വർഷത്തിൽ കൂടുതൽ കാലം നിങ്ങൾ അംശാദായം അടയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നതാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിന് താഴെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ആണോ, ഫൈനാണോ, അതോ സബ്സ്ക്രിപ്ഷനും ഫൈനും കൂടി ഒന്നിച്ചാണോ എന്നത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് കാണിക്കുന്നതാണ്. ഈ എമൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് 1 വർഷത്തേക്കുള്ള എമൗണ്ട് ഒന്നിച്ച് വേണമെങ്കിലും അടയ്ക്കാവുന്നതാണ്. ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത ശേഷം പേ നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാനായി കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്കുള്ള എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. സേവ് ആസ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേ ചെയ്ത റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആയോ എന്നറിയാൻ മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന പേ സബ്സ്ക്രിപ്ഷൻ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. ഇവിടെ പെൻഡിങ് എമൗണ്ട് അപ്ഡേറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ അടച്ച എമൗണ്ട് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ബ്രൗസറിൽ പ്രവാസി പേയ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന പ്രവാസി പേയ്മെൻറ്റ് എന്നത് ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയ ശേഷം ഇവിടെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ഷോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേ ചെയ്ത ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും. സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെക്ക് സ്റ്റാറ്റസ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവുന്നതാണ്.